ബൈപ്പാസ് സർജറിയൊക്കെ ബൈപ്പാസ് ചെയ്ത് ഹോക്കി മൈതാനത്ത് ഗോൾ വലകാക്കുന്ന ഒരു തലശ്ശേരിക്കാരനെ പരിചയപ്പെടുത്തുകയാണ് ദുബൈയിൽ നിന്നും ഫാദി അനസ്. അതിജീവനത്തിന്റെ കഥ പറയുന്ന തലശ്ശേരിക്കാരൻ ഒരു ഹോക്കി പ്ലെയർ ആണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരു മേജർ സർജറിക്ക് ശേഷം 50-ാമത്തെ വയസ്സിൽ ഇന്ന് ഹോക്കിയുടെ മാസ്റ്റേഴ്സ് ഇൻഡോർ വേൾഡ് കപ്പ് കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ഷാനവാസ് എന്ന ഷാനൂക്ക. യിൽ നടക്കുന്ന മാസ്റ്റേഴ്സ് ഇൻഡോർ വേൾഡ് കപ്പ് കളിക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ, അതൊരു മലയാളി. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവിടെ വരെ എത്തിയത്? ഇൻഡോർ ഹോക്കി എന്ന് പറയുന്ന ഒരു ഗെയിം ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ഇൻഡോർ ഹോക്കിയെ ആരും കളിക്കുന്നില്ല. 140 കോടി ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം സർവശക്തനെയാണ്, നന്ദി പറയുന്നു. കാരണം ഞാൻ കളിക്കുന്നത് വേൾഡ് 11 ലോകത്തിൽ നിന്ന് പല രാജ്യത്തു നിന്നുള്ള 13 പേരാണ് ഈ വേൾഡ് 11 റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ ഒരേ ഒരു ഇന്ത്യക്കാരൻ ഞാനാണ്. ഇൻഡോർ വേൾഡ് കപ്പ് സീനിയർ റെഗുലറിലുണ്ട്, ഇപ്പോൾ മാസ്റ്റേഴ്സിലുണ്ട്. ആക്ച്വലി ഇൻഡോർ വേൾഡ് കപ്പിൽ എനിക്ക് സെലക്ഷൻ കിട്ടാനുള്ള കാരണം, വൺ ഓഫ് ദ ക്രൈറ്റീരിയ, ഞാൻ മെക്സിക്കോയിൽ പോയിട്ട് കളിച്ച പാൻ അമേരിക്കനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വഴിത്തിരിവായത്. അവിടെ ഞങ്ങളെ ക്ലബ്ബ് ചാമ്പ്യൻസായി എന്ന് മാത്രമല്ല, ഞാൻ ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് ദ ടൂർണമെൻറ്റും കൂടിയായിരുന്നു അവിടെ. 2019 ഒരു ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ലൈഫിൽ. ഒരു സർജറി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം എങ്ങനെയായിരുന്നു ആ ഒരു ലൈഫ്? വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമായിരുന്നു അന്ന് കടന്നുപോയത്. എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞ അതിൻ്റെ ഒരു സ്കാറാണിത്. ബൈപ്പാസ് 2019 കഴിഞ്ഞിട്ട് ഫസ്റ്റ് 45 ഡേയ്സ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫസ്റ്റായിട്ട് ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷേ അന്ന് കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൈക്ക് ശക്തിയില്ല, കാലിന് ശക്തിയില്ല, എൻ്റെ ഫിറ്റ്നസ് ഇല്ല, ബോഡിയൊക്കെ കാറ്റത്തിങ്ങനെ പാറിപ്പോകുന്ന പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഡെസ്പ് ഞാൻ അതിനൊരു ഫൈറ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയായിട്ട് തിരിച്ചു വരണം. പക്ഷേ അത് ഓൾമോസ്റ്റ് 8 മുതൽ 12 മാസം എടുത്തു എനിക്കത് പൂർണ്ണ ഫിറ്റ്നസ്സിലോട് കൂടിയിട്ട് ഒരു മാച്ചസ് കളിക്കാൻ വേണ്ടിയിട്ട്. ഹോക്കി എന്നുള്ളൊരു ഡ്രീം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നാട്ടിലുണ്ടായിരുന്നു, നാട്ടിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ അവിടുന്ന് തുടങ്ങിയതാണോ ഇത്? ഞാൻ തലശ്ശേരിക്കാരനാണ്. തലശ്ശേരിയിലെ പ്രശസ്തമായ മാലേക്കൽ തറവാട്ടിലെ പോക്കറിൻ്റെയും നടുവത്തൊൾപ്പിൽ തറവാട്ടിൽ സെഫിയാൻ്റെയും മകനാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഹോക്കി കളിക്കാരൻ്റെയും ഡ്രീം എന്ന് പറയുന്നത് ഒരു സീനിയർ സ്റ്റേറ്റ് കളിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് വരെ കേരളത്തിന് വേണ്ടിയിട്ടോ കണ്ണൂരിന് വേണ്ടിയിട്ടോ സീനിയർ സ്റ്റേറ്റ് ഞാൻ കളിച്ചിട്ടില്ല. കാരണം അത് 18 വയസ്സ് ആയപ്പം തന്നെ ഞാൻ ദുബായിലേക്ക് കഷ്ടപ്പാട് കൊണ്ട് ദുബായിലേക്ക് വന്ന ആളാണ് ഞാൻ. അവിടെ നിന്നാണ് ഞാനൊരു മഹത് വ്യക്തിനെ കണ്ടുമുട്ടുന്നത്, ഒരു ക്ലിഫർഡ് മെൻഡോൺസ്. അന്ന് കൂടിയതാണ്. അന്ന് ധൈര്യത്തിൽ ഞാൻ രാജിവെച്ച് മെൻഡോൺസിൻ്റെ കമ്പനിയായ ലാക്നോറിൽ കയറി 25 വർഷം മുമ്പ്. അന്ന് കയറിയിട്ട് മൂപ്പരുടെ കൂടെ കൂടിയോണ്ട് ഞാൻ ഇന്ന് അതേ ലാക്നോറിൽ ഒരു 150 ഹോക്കി പ്ലേയേഴ്സിനെ, കേരളത്തിൽ നിന്നുള്ള എമ്പാടുമുള്ള പ്ലേയേഴ്സിനെ ഇവിടെ ഈ ലാക്നോറിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ജോലി കൊടുക്കുകയും അവരിന്നും ജോലി ചെയ്ത് സുഖമായി കുടുംബസമേതം ജീവിക്കുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80+ കൺട്രീസിലൊക്കെ പോയി വന്ന ഒരാളാണ്. ഇപ്പോൾ യാത്രയോടുള്ള താല്പര്യവും അതും ഹോക്കിയായിട്ടുള്ള റിലേഷനും ഒക്കെ എന്ന് പറയും. ഞങ്ങളിവിടെ ഫസ്റ്റ് ഡ്യൂറിങ് ലേറ്റ് 90s ആൻഡ് ഏർലി 2000 ദുബായിൽ നിന്നും ഒമാനിൽ മാത്രം കളിച്ച് നടന്ന സമയമായിരുന്നു. അപ്പോഴാണ് 2008 എൻ്റെ ഒരു ഫ്രണ്ട്, UK എന്നുള്ളൊരു ഫ്രണ്ട് പറഞ്ഞത്, ദിസ് ഈസ് നോട്ട് ദ വേൾഡ് ഫോർ ഹോക്കി, യു നീഡ് ടു സീ ഔട്ട്സൈഡ് ദ വേൾഡ്. അപ്പം എനിക്കൊരു ഇൻവിറ്റേഷൻ തന്നിട്ട് പറഞ്ഞു, UK പോയിട്ട് കളിക്കണം, നീ നിൻ്റെ ടീമിനെയും കൊണ്ട്, സ്വന്തം ഈ ടീമിനെയും കൊണ്ട് UK പോയിട്ട് കളിക്കണം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും UK വിസ അപ്ലൈ ചെയ്തു, കിട്ടി, UK പോയിട്ട് കളിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ UAE നിന്ന് കളിക്കുന്ന കളിയും നമ്മൾ ഇവിടെ കണ്ട കളിയും അവിടെ കണ്ട കളിയും ജമീൻ ആസ്മാൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ മാസ്റ്റേഴ്സ് ഇൻഡോർ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ലോകത്തിൽ നിന്ന് ഉള്ള എല്ലാ ഹോക്കി പ്ലേയേഴ്സും, പ്രമുഖ ഹോക്കി പ്ലേയേഴ്സും അതിൻ്റെ ഒരു പാർട്ടായിരിക്കും. അപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ ടീമിലുള്ളത്? വേൾഡ് 11 ഞാൻ കളിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന 2 കളിക്കാരെ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള പ്ലേയേഴ്സിനൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. പാകിസ്ഥാൻ്റെ ഒളിമ്പ്യൻ ആൻഡ് വേൾഡ് കപ്പ് പ്ലെയർ കാമ്രാൻ അഷ്റഫ് ഉണ്ട്. പാകിസ്ഥാൻ്റെ ഒളിമ്പ്യൻ ആൻഡ് വേൾഡ് കപ്പ് പ്ലെയർ ഷഹബാസ് ജൂനിയർ ഉണ്ട്. നമ്മുടെ വളർന്നു വരുന്ന ഹോക്കി താരങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ ഷാനുക്ക, ഇനിയും കുറേ കളികൾ കളിക്കാനും പറ്റട്ടെ. അപ്പോൾ എന്താണ് നമ്മുടെ ഹോക്കി പ്രേമികൾക്ക് ഒരു കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ്? നെവർ ഗിവ് അപ്പ് എന്നാണ് ശരിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു, എൻ്റെ സ്റ്റോറി തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓൾമോസ്റ്റ്. അപ്പം സാധാരണ നിലയിൽ ഒരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ആരും റിസ്കിന് നിൽക്കില്ല. അതെല്ലാം ജസ്റ്റ് എന്താ പറയാൻ, ഞങ്ങൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംഗതി നടക്കാതില്ല.